Hello kids, welcome back to Laugh Online TV. Hello kids, welcome back to our channel. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞങ്ങൾ പഠിക്കാൻ പോകേണ്ട ലെറ്റർ എഫ്. സ്മോൾ ലെറ്റർ എഫ് ആണോ ക്യാപിറ്റൽ ലെറ്റർ എഫ് ആണോ? യെസ്, ക്യാപിറ്റൽ ലെറ്റർ എഫ് ആണ്. ഇത് സ്മോൾ ലെറ്റർ എഫ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എഫ് ആൻഡ് സ്മോൾ ലെറ്റർ എഫ്. വെരി ഈസിയാണ്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ പഠിക്കണമെങ്കിൽ എന്താ ഫസ്റ്റ് നമ്മൾ പഠിക്കണ്ടേ? ലൈൻസ് ഒക്കെ പഠിക്കണം. ലൈൻസ് എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എഫ് ആണ്. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എഫ് ആൻഡ് സ്മോൾ ലെറ്റർ എഫ്. എഫ് ഫോർ ഫോക്സ്, എഫ് ഫോർ ഫ്രോഗ്, എഫ് ഫോർ ഫാൻ, എഫ് ഫോർ ഫിഷ്. വൺസ് മോർ, എഫ് ഫോർ ഫോക്സ്, F for frog, F for fan, F for fish. What is this letter? Capital letter F and small letter F. Capital letter F ചെയ്യാൻ എന്താ വേണ്ടത്? ഫസ്റ്റ് സ്റ്റാൻഡിങ് ലൈൻ ടു സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ, അപ്പോൾ കളർ ദ ലെറ്റർ എഫ്. അപ്പോൾ ഇവിടെ എഫ് എവിടെയുള്ളത്? നമ്മൾ കളർ ചെയ്തിട്ടുണ്ട്. എഫ് എന്ന് പറഞ്ഞാൽ ഞാൻ യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ കുട്ടികളും പോയിട്ട് യെല്ലോ കളർ എഫിന് കൊടുക്കാം കേട്ടോ. അന്ന് നമുക്ക് നല്ല സ്റ്റാറും വെരി ഗുഡും കിട്ടും. ഓക്കെ, അടുത്തത് എഫ് ഫോർ ഫിഷ്. അപ്പോൾ നമുക്ക് ട്രേസ് ചെയ്യണം. എഫ് ഫോർ ഫിഷ്. അപ്പോൾ എഫ് ഫോർ ഫിഷ്. അപ്പോൾ നമുക്ക് എഫ് എങ്ങനെ ചെയ്യേണ്ടത്? സ്റ്റാൻഡിങ് ലൈൻ ഫസ്റ്റ് വരക്കുക. ദെൻ സ്റ്റാൻഡിങ് ലൈൻ ഫസ്റ്റ് വരക്കണം കേട്ടോ. സ്റ്റാൻഡിങ് ലൈൻ വരക്കാം. Then sleeping line, two sleeping line. Then get F. അങ്ങനെ സ്മോൾ ലെറ്റർ എഫും എഴുതാം, ക്യാപിറ്റൽ ലെറ്റർ എഫും എഴുതാം. അപ്പം എൻ്റെ മക്കളെല്ലാവരും പഠിച്ചെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത് നമുക്ക് പോകേണ്ടത് ജി. ജി ഫോർ ഗോട്ട്. വാട്ട് ഈസ് ദിസ്? ജി ഫോർ ഗോട്ട്. ജി ഫോർ ഗിറ്റാർ, ജി ഫോർ ഗിഫ്റ്റ് ആൻഡ് ജി ഫോർ ഗേറ്റ്. ഇത് സ്മോൾ ലെറ്റർ എഫ് ജി ആണോ ക്യാപിറ്റൽ ലെറ്റർ ജി ആണോ? ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ജി, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ജി. അപ്പോൾ ജി ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? ലൈൻസ് ഒക്കെ പഠിക്കണം. ലൈൻസ് ഇതാ ഫസ്റ്റ്. ഇത് കേവ് ആണ്. കേവ് ചെയ്തിട്ട് സ്ലീപ്പിംഗ് ലൈൻ വരക്കുക, ദെൻ സ്റ്റാൻഡിങ് ലൈൻ വരക്കാം. അപ്പോൾ എല്ലാ കുട്ടികളും സ്ലേറ്റ് എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ജി ഫോർ ഗോഡ്, ജി ഫോർ ഗിഫ്റ്റ്, ജി ഫോർ ഗിറ്റാർ, ജി ഫോർ ഗേറ്റ്. നമുക്കൊന്ന് ഒരു ചെയ്ത് നോക്കിയാലോ? സർക്കിൾ ദ തിങ്സ് വോസ് നെയിംസ് ബിഗിൻ വിത്ത് ലെറ്റർ ജി. ജി വരുന്ന തിങ്സ് നമ്മൾ എന്താക്കണം? സർക്കിൾ ചെയ്യണം. ജി ഫോർ ഗ്രേപ്സ്, ജി ഫോർ ജഗ്, ജി ഫോർ ടേബിൾ, ജി ഫോർ ഗോട്ട്. ഇതിൽ ഏതാണ് ജി വരുന്നുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാം എന്താണ് റോങ് ആയിരുന്നു. കുട്ടികൾ കേട്ടിട്ടുണ്ടാവും. ജി ഫോർ ഗ്രേപ്സ്. അപ്പോൾ ഇതിലെന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. ജി ഫോർ ഗോട്ട്, ഇതിനും സർക്കിൾ ചെയ്യണം. ജെ ഫോർ ജഗ് ആണ് കേട്ടോ. ടി ഫോർ ടേബിൾ, അത് രണ്ടും റോങ് ആണ്. അപ്പോൾ രണ്ടെണ്ണത്തിന് എന്ത് ചെയ്യണം? സർക്കിൾ വരക്കണം. ട്രേസ് ലെറ്റർ ജി. ജി ഫോർ ഗോഡ്. ട്രേസ് ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്ലേറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്ത് പഠിപ്പിക്കാം. കേവ് വരക്കാം, എന്നിട്ട് നേരെ സ്ലീപ്പിംഗ് ലൈൻ വരക്കുക, ദെൻ സ്റ്റാൻഡിങ് ലൈൻ. വെരി ഈസിയാണ്. സ്മോൾ ലെറ്റർ വരക്കണമെങ്കിൽ ഒരു റൗണ്ട് വരക്കാം, പെട്ടെന്നുള്ളൊരു റൗണ്ട്. ഇത് വരച്ചിട്ട് നേരെ താഴോട്ട് ഇങ്ങനെ വരച്ചാൽ നമ്മുടെ ജീൻ കിട്ടും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു. See you soon next time. Bye bye.